ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ, മലപ്പുറം. ലബോറട്ടറി ബ്ലോക്ക് 25 ലക്ഷം രൂപ SSK ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച 2 ക്ലാസ് മുറികളുടെയും ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ N. ഷംസുദ്ദീൻ അവർ നിർവഹിക്കുന്നു. സ്കൂളുകളിലെ ക്ലാസ് മുറികളുടെ പോരായ്മകൾ പരിഹരിക്കുമെന്ന് മന്ത്രി അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ. നിലമ്പൂർ ഗവൺമെന്റ് മാനവൻ സ്കൂളിലെ പുതിയ സയൻസ് ബ്ലോക്കിന്റെയും SSK ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച ക്ലാസ് മുറികളുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. കേരളം തല ഉയർത്തി നിൽക്കുന്നത് വിദ്യാഭ്യാസ രംഗത്ത് മികച്ച നേട്ടങ്ങളിലൂടെയാണ്. നമ്മുടെ കുട്ടികൾ മലയാളികളോട് മാത്രമല്ല മത്സരിക്കുന്നത്, ലോകത്തിലെ മികച്ച കുട്ടികളോടാണ്. പല കാര്യങ്ങളിലും നമുക്ക് മുന്നേറ്റമുണ്ടെങ്കിലും ചില അപവാദങ്ങളും വിമർശനങ്ങളും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് മൂല്യബോധവും ഉണ്ടാകണമെന്നും പവിത്രത കാത്തുസൂക്ഷിക്കണമെന്നും മാർക്കിനോടൊപ്പം പൈതൃകവും പാരമ്പര്യവും കൂടി കാത്തുസൂക്ഷിക്കണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. 2 ക്ലാസ് മുറികൾ കൂടി ഓരോ വർഷവും കുട്ടികളുടെ എണ്ണം കൂടുകയാണ്. അപ്പോൾ ക്ലാസ് മുറികളുടെ അപര്യാപ്തത പല സ്കൂളുകൾക്കും ഇന്നൊരു വലിയ പ്രതിസന്ധിയാണ്. ഞാൻ MLA ഞങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ കിട്ടിയ ഒരു നിവേദനം ഈ മണ്ഡലത്തിൽ തന്നെ മറ്റൊരു സ്കൂളിൽ ക്ലാസ് മുറികളുടെ പോരായ്മയെക്കുറിച്ച്. അപ്പോൾ പലയിടത്ത് ചെല്ലുമ്പോഴും കിട്ടുന്നൊരു നിവേദനമാണ്. നമ്മൾ ഈ സമീപകാലത്ത് സത്യത്തിൽ സ്കൂളുകളിൽ ഭൗതിക സാഹചര്യങ്ങളുടെ കാര്യത്തിൽ ഏറെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പഞ്ചായത്ത് നഗരസഭകൾക്ക് സ്കൂളിൻ്റെ ചുമതല കൈവന്നപ്പോൾ അവർ സ്കൂളിൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നു. അവരുടെ ഓരോ വർഷത്തെയും പദ്ധതിയിൽ സ്കൂളുകൾക്ക് വിവിധ തരത്തിലുള്ള പദ്ധതികൾക്കായി പണം വെക്കുന്നു. അതുപോലെ തന്നെ MLA ഫണ്ടും MP ഫണ്ടും ഒക്കെ വന്നപ്പോൾ അതിൻ്റെ പ്രയോജനം കാര്യമായ അതിൻ്റെ ഗുണഭോക്താക്കൾ നമ്മുടെ വിദ്യാലയങ്ങളാണ്. പിന്നീട് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ ചില പ്രത്യേക പദ്ധതികൾ, വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പോലുള്ള പദ്ധതികളുമൊക്കെയായി നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ ഇപ്പോൾ നല്ല നിലയിൽ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നാലും വിദ്യാർത്ഥികളുടെ വർധനവ് കൊണ്ടും മറ്റുമൊക്കെയായി പുതിയ ഹയർ സെക്കൻഡറി ബാച്ചുകളൊക്കെ വർദ്ധിച്ചു വരുന്നതൊക്കെ കണക്കിലെടുക്കുമ്പോൾ സ്കൂളുകളിൽ ക്ലാസ് റൂമുകളുടെ പോരായ്മയും മറ്റുമുണ്ട്. കായിക വിനോദങ്ങളാകണം ലഹരിയെന്ന് ഓപ്പറേഷൻ തൂഫാനെ അനുസ്മരിച്ച് മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ ആര്യാടൻ ഷൗക്കത്ത് MLA അധ്യക്ഷത വഹിച്ചു. PV അബ്ദുൽ വഹാബ് MP മുഖ്യ സന്ദേശം നൽകി. നഗരസഭാ അധ്യക്ഷ പത്മിനി ഗോപിനാഥ്, ഉപാധ്യക്ഷൻ ഷൗക്കത്ത് അലി കുമ്മഞ്ചേരി, PTA പ്രസിഡന്റ് മുജീബ് പാറപ്പുറം, SMC അധ്യക്ഷൻ കോയ കടവത്ത്, പ്രിൻസിപ്പൽ അനിൽ പീറ്റർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മുംതാസ് ബാബു, സ്മിത മോൾ, മുസ്തഫ കളത്തുംപടിക്കൽ, പ്രധാനാധ്യാപകൻ അബ്ദുറഹ്മാൻ എന്നിവർ സംസാരിച്ചു. A+ വിഷൻ, നിലമ്പൂർ. +2 ശേഷം 100% ജോലി ഉറപ്പാക്കുന്ന ഒരു കോഴ്സ് തിരയുകയല്ലേ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഹെൽത്ത് കെയർ മേഖലയിലേക്ക് ഒരു നല്ല അവസരം ഇപ്പോൾ തുറന്നിരിക്കുന്നു. 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കും. കോഴ്സ് കഴിഞ്ഞയുടൻ തന്നെ 15,000 രൂപ സാലറിയും ഇന്റേൺഷിപ്പും ഉറപ്പാക്കും. GNM, BSc MLT, DPharm, DMLT, AT&OT, നഴ്സിംഗ്, ANM, ഫാർമസി അസിസ്റ്റന്റ്, ഇമേജിംഗ് ടെക്നോളജി, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങി തിരഞ്ഞെടുക്കാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ. SSLC അല്ലെങ്കിൽ +2 കഴിഞ്ഞ് അപേക്ഷിക്കാം. കുറഞ്ഞ ഫീസിന്റെ മാസത്തവണകളിലും പഠിക്കാം. ഓൺലൈൻ ക്ലാസ് ഓപ്ഷനും ലഭ്യമാണ്. കോഴ്സ് പൂർത്തിയാക്കിയാൽ ട്രെയിനിങ് പ്ലസ് പ്ലേസ്മെന്റ് ലഭിക്കുന്ന രീതിയിലാണ് പ്രോഗ്രാം ഒരുക്കിയിരിക്കുന്നത്. ഹെൽത്ത് കെയർ ഫീൽഡിലേക്ക് ഒരു സെക്യൂർ ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു തുടക്കമാവാം. സീറ്റ് ലിമിറ്റ് ആവുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ, മലപ്പുറം.